അത് ലീഗായിട്ടുള്ള പോലെ അഡ്ജസ്റ്റ്മെന്റ് അവിടെയാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത്. കുറച്ചാള് ലീഗിനോട് ചേർന്ന് അതെന്താ തോണ്ടെന്ന കാര്യം പറഞ്ഞൂടെ? ഏഴേ കിട്ടിയുള്ളൂ. ഞങ്ങൾ 7 പോരാന്ന് പറഞ്ഞ ആളുകളാണ്. അവിടെയാണ് പ്രശ്നം ഉണ്ടായത്. വേറെ ഒന്നുമില്ല. വേറെ അഭിപ്രായ വ്യത്യാസം തുടർന്ന് പരിഹരിക്കപ്പെടാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് മാത്രമല്ല, അതിന്റെ തന്ന സീറ്റിൽ തന്നെ റിബല് നിർത്തുകയും ചെയ്തു. അതിന് വാർഡുകളിൽ 7 തന്ന് ബാക്കിയുള്ളൊരു 3-4 അവർ റിബല് നിർത്തി. അത് ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിന് ഞങ്ങളെ നേതൃത്വം ഞങ്ങളെ കൂടെ നിന്നില്ല. വേങ്ങര മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ഷാജിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് യോഗം ചേർന്ന് വിവാദത്തിലായ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വിഭാഗം പ്രവർത്തകർ യോഗം ചേർന്ന് KM ഷാജിക്കെതിരെ പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു. UDF സ്ഥാനാർത്ഥി ഷാജിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന വാർത്തകൾ വന്നിരുന്നു. ഇതേ തുടർന്നാണ് യോഗം ചേർന്നിരുന്ന പ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായാണ് തങ്ങൾ യോഗം ചേർന്നിരുന്നതെന്നും UDFന് എതിരല്ലെന്നും അവർ പറഞ്ഞു. അന്നത്തെ യോഗത്തിൽ പ്രസംഗിച്ച DCC അംഗം ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. ഞങ്ങൾക്ക് പരാതിയുള്ളത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകളോട്. ഇപ്പോ അന്ന് ഞങ്ങൾ 80ഓളം ആളുകൾ അന്ന് വ്യാപാരമായി കൂടി. അന്ന് ഷാജി വരാ എന്ന് ഞങ്ങളോട് പറഞ്ഞു. യോഗത്തിന്റെ അവസാനമായിരിക്കും ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അസീസ് പറഞ്ഞ പോലെ ഷാജിയെ പ്രതീക്ഷിച്ച് ഒരു 20-25 മിനിറ്റ് ഞങ്ങൾ വ്യാപാരമായി യോഗം കഴിഞ്ഞിരിക്കും. അതെ, പക്ഷേ ഈ വിഷയം ഷാജിയെ അറിയിച്ചില്ല. എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ആ യോഗത്തിന് പോവുകയാണെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും എന്ന് ഞങ്ങളെ ചില നേതാക്കന്മാർ UDFന്റെ ചെയർമാൻമാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷാജി വന്നു. ഷാജി വരാത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. 80ഓളം കോൺഗ്രസ്സുകാർ നിൽക്കുന്ന ഒരു വേദിയിൽ ഒരു സ്ഥാനാർത്ഥി ആരായിരുന്നോട്ടെ അയാൾ വന്ന് വോട്ട് അഭ്യർത്ഥിക്കേണ്ടത് അയാളുടെ കടമയായിരുന്നു. അത് അയാൾ ചെയ്തില്ല. അയാളുടെ കടമ അയാൾ ചെയ്യാത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. എന്നെ വെച്ചിട്ട് ഷാജിക്കെതിരായിട്ടൊന്നും ഞങ്ങൾ വോട്ട് ചെയ്യില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഷാജിയെ വിജയിപ്പിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിൽ ഈ ഇരിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. കോൺഗ്രസിലെ കുറച്ച് തലമുതിർന്ന ആളുകൾ മാത്രമാണ് ഞങ്ങൾ. ആ തലമുതിർന്ന ആളുകളും ഞങ്ങളോട് യുവാക്കളും ഉണ്ടാവും. ഞങ്ങളൊക്കെ ഉന്നം ഷാജിയെ വിജയിപ്പിക്കാമെന്ന് മാത്രമാണ്. ഓക്കെ, ഇനിയെന്താ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് സാധാരണ രീതിയിൽ ഒരു സംസാരിച്ച് പരിഹരിക്കാനുള്ള സമയം ഉണ്ടായില്ല. അതിന് മുമ്പ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. മാത്രമല്ല, അതിന് നേതൃത്വം വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നൊരു പരാതി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നു, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇതിൽ ആയ ആളുകളൊന്നും വിളിച്ചുകൂട്ടി സംസാരിക്കാനോ തയ്യാറാവാതെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ആണ് നേതൃത്വം മുന്നോട്ട് പോയതെന്നുള്ളൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതിൽ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വ്യാപാര ഭവനിൽ ഒരു മീറ്റിംഗ് കൂടി. ഈ മീറ്റിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും UDFനെതിരായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നില്ല. അത് നിർബന്ധമായും കോൺഗ്രസും UDFും അധികാരത്തിൽ വരണം, കേരളത്തിൽ അധികാരത്തിൽ വന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ശക്തി ചോരാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും അത് നേതൃത്വം അതിൽ ഇടപെടണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചത്. ഈ മീറ്റിംഗ് വിളിച്ചപ്പോൾ ആ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നേരിട്ടല്ലാതെ സ്ഥാനാർത്ഥിനെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്തിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി ആ യോഗത്തിലേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂർ നേരത്തോളം സ്ഥാനാർത്ഥിയുടെ വരവിനെ പ്രതീക്ഷിച്ച് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ 4:30 മണിക്ക് തുടങ്ങിയ യോഗം ശരിക്കും 6 മണിയോട് കൂടി അവസാനിച്ചിരുന്നു. പിന്നീട് ഒരു 6:20, 6:25 വരെ ഞങ്ങൾ സ്ഥാനാർത്ഥി വരും എന്നുള്ള പ്രതീക്ഷയോട് വെയിറ്റ് ചെയ്തു. അദ്ദേഹത്തെ അറിയിക്കാൻ നമ്മളെ ഇവിടെയുള്ള UDFന്റെ നേതൃത്വം തയ്യാറാകാത്തതിന്റെ പേരിൽ അദ്ദേഹം അറിയാതെ വരാതെ പോയി. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി തിരുത്തണം. ഒരു കമ്മിറ്റിയിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തിക്കേണ്ട ഒരു പോരാട്ടത്തിലാണ് ഞങ്ങൾ ഉള്ളത്.
ഞങ്ങളിപ്പോ മീറ്റിംഗ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചാലുള്ള കാരണം ഇതിനെതിരെ ഞങ്ങള് ഈ ഷാജിക്കെതിരാണ് UDF-നെതിരെന്നുള്ള പ്രചരണം വായിച്ചുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും പറയുന്നത്. അതിൽ പറയുന്നത് അത് ആ വീഡിയോ ഇനിയിപ്പോ ഭാഗികമായിട്ട് ആ വീഡിയോ വന്നിട്ടുള്ളൂ ഇതിൽ പോലും അതിൽ വ്യക്തമായിട്ടും അതിൽ പറഞ്ഞ ഡയലോഗിലുണ്ട് നിർബന്ധമായിട്ടും എന്തൊക്കെ ഉണ്ടെങ്കിലും ഷാജിക്ക് വോട്ട് ചെയ്യണം, UDF-ന് വോട്ട് ചെയ്യണം. അത് അങ്ങനെ തന്നെയുള്ളൂ. അത് ഞങ്ങൾ പണ്ട് പറയുന്നതാണ്. ഞങ്ങളെ അത് സാധാരണ രീതിയിൽ നമ്മുടെ കോൺഗ്രസിന്റെ യോഗങ്ങളിലും UDF-ന്റെ യോഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന വോട്ട് പാണക്കാട് ശാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ചെയ്യുന്ന വോട്ട് രാഹുൽ ഗാന്ധിക്ക് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന വോട്ട് സതീശിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ചെയ്യുന്ന വോട്ട് KPC പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ വർത്താനത്തിന്റെ ഭാഗമാണ് സതീശന് വേണ്ടിയാണ്. അത് പ്രതീകം, സതീശന്റെ പ്രതീകം ഇവിടെ ആരാണ്? അല്ല, അതിന് സതീശന്റെ അവകാശപ്പെടുന്നത് 100+ ആണ് പറഞ്ഞത്. ആ 100 താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. എന്നാൽ വ്യക്തിപരമായി ഞങ്ങളോടൊക്കെ 1-2 ആളുകളോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായ പ്രതികരണമാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും അത് വേണ്ടത്ര ഈ UDF-ന് നേതൃത്വം അതിൽ ശ്രദ്ധിക്കാത്തതിൽ ഒരു പരിഭവം ഞങ്ങൾക്കുണ്ട്. മാത്രമല്ല ഇതോടൊപ്പം ഞങ്ങളെ അന്ന് സംഭവിച്ച ആ പ്രസംഗത്തിൽ മണിമാഷ പ്രസംഗം, മണി നീലഞ്ചേരിയുടെ പ്രസംഗം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിന് മുമ്പിൽ വന്ന വിശദീകരണത്തിന്റെ തുടർച്ചയായി വന്ന ഭാഗങ്ങളിൽ ആദ്യം വന്ന വിശദീകരണങ്ങൾ അതിൽ പ്രതിപക്ഷം അദ്ദേഹത്തിനെതിരെ ആരോപിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചാണ് മണിമാഷ് പറഞ്ഞത്. ആ ആരോപണങ്ങളെ കുറിച്ച് പറഞ്ഞ് ആ വന്ന വാക്കുകളോട് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തുകൊണ്ട് ചാനലുകൾക്ക് കൊടുത്തുകൊണ്ട് UDF-ന് ഒരു അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരിക്കലും മണിമാഷോ അല്ലെങ്കിൽ മണി നീലഞ്ചേരിയോ അല്ലെങ്കിൽ ഈ യോഗം നടത്തിയ ആളുകളോ അതിൽ ഉത്തരവാദിയല്ല. ഞങ്ങളുടെ ലക്ഷ്യം UDF-ന്റെ വിജയവും അതോടൊപ്പം തന്നെ ഷാജിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കലുമാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ ചില പ്രയാസങ്ങൾ ഇപ്പോൾ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് നിങ്ങളെ അറിയിക്കുന്നതിനും സമൂഹത്തെ അറിയിക്കുന്നതിനും ഞങ്ങളതിൽ നിരപരാധികൾ, ഞങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അന്ന് സംസാരിച്ച ആ സംസാരത്തിൻ്റെ പേരിൽ ഇവിടെ ഉണ്ടായ പൊതുജനങ്ങളുടെ അടിയിലുണ്ടായ ആശയക്കുഴപ്പത്തിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് UDF വിരുദ്ധമായ ഒരു ചിന്താഗതിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് കേരളത്തിൽ തിരിച്ചു വരാനുള്ള ഈ അവസരം 100% വിനിയോഗിക്കാനാണ് ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളെ മാറ്റിയെടുത്തുന്ന ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ സ്ഥാനാർത്ഥി കൂടി പിന്നെ അതിൽ വേണ്ടത്ര വേണ്ടത്ര പരിഗണിക്കലില്ലാന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാനും വേണ്ടി കൂടി ആണ് ഞങ്ങൾ ഈ മീറ്റിംഗ് വിളിച്ചത്. ഏതായാലും UDF-ന്റെ വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ പരിഗണന ഇല്ലെങ്കിൽ പോലും സജീവമായി രംഗത്തുണ്ടാവുമെന്ന് അറിയിക്കാനും ഞങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഞങ്ങൾ അതിന് ഭാഗവക്കല്ല എന്ന് പറയാൻ അറിയിക്കാനും പൊതുസമൂഹത്തിന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെ മുമ്പ് ഞങ്ങൾ എത്തിയത്. അത് ഞങ്ങൾ ഇത്ര ശ്രദ്ധിച്ചില്ല. ഒരു പയ്യൻ അവിടെ ഫോട്ടോ എടുത്തിരുന്നു. ഞാൻ വിചാരിച്ചോ താല്പര്യപൂർവ്വം ഫോട്ടോ എടുക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും വിചാരിച്ചു നമ്മൾ പരിചയമുള്ള പയ്യൻ തന്നെയാണ്. അത്ര സജീവമായ കോൺഗ്രസ്സുകാരനും അല്ല. ഇതിനു മുമ്പ് കോൺഗ്രസ് വരികൾ വരാത്ത ആളാണ്. കോൺഗ്രസിന്റെ മകനാണ്. അവിടെ ഫോട്ടോ എടുത്തിരുന്നു. അയാളാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ അല്ല ന്യൂസ് പ്രസിഡന്റാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറാണ്. ഇത് ബാബ അവിടുത്തെ വാർഡ് പ്രസിഡന്റാണ്. ഞങ്ങൾ കൂടിയിരിക്കുന്ന ഞങ്ങൾ മറ്റേ പരിപാടിയിൽ ഞങ്ങളെ പരിഗണിച്ചില്ല. നിയോജക മണ്ഡല കമ്മിറ്റിയിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും ഞങ്ങളെ വിളിച്ചതേയില്ല. ഈ യോഗത്തിലേക്കേ ഞങ്ങളെ വിളിച്ചില്ല. ഉണ്ട് മണ്ഡലം വൈസ് പ്രസിഡന്റ് അയാൾ ഇത് UDF മതി ഒരു വിഭാഗത്തിന്, കോൺഗ്രസ് വേണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF വേണം, ഞങ്ങൾക്ക് വേണ്ടത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ പാർട്ടിയിലല്ല, ഒന്ന് ലീഗിന്റെ കൊടി മാത്രം പാർപ്പിച്ചുകൊണ്ടുള്ള UDF ഓഫീസ്, രണ്ടും UDF ഓഫീസാണ്. ഇതൊക്കെ പാണ്ഡികശാലക്കാരുടെ കുഴപ്പമില്ല. കോൺഗ്രസിനെ ഇവിടെ നയിക്കാൻ വേണ്ടിയുള്ള UDF ചെയർമാൻമാരുടെ തെറ്റാണ്. അല്ലെങ്കിൽ പാണ്ഡികശാല അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും ലീഗിന്റെ കൊടി മാത്രം കെട്ടിയിട്ട് ഒരു UDF ഓഫീസ്, കോൺഗ്രസിന്റെ കൊടി മാത്രം കെട്ടിയിട്ട് മറ്റൊരു UDF ഓഫീസ്, ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും പറയാൻ വേണ്ടി മണി നീലഞ്ചേരിക്ക് പുറമെ INTUC മണ്ഡലം പ്രസിഡന്റ് MA അസീസ്, ബ്ലോക്ക് സെക്രട്ടറി പൂച്ചെങ്ങൽ അലവി,
ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ കുഞ്ഞുട്ടി, മണ്ഡലം സെക്രട്ടറി ഉമ്മർ കൈപ്രൻ, പ്രവാസി കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി വി ടി സുബൈർ എന്നിവർ പങ്കെടുത്തു. അതേസമയം ചിലർ LDF സ്ഥാനാർത്ഥികളുമായി ബന്ധമുള്ളവർ ആണെന്നും സ്വകാര്യമായി LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നും